കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കുക എന്നൊരു ചൊല്ലുണ്ട് പണ്ട് നാട്ടിൻപുറങ്ങളിൽ. ഇപ്പോൾ ഏതാണ്ട് സമാനമായൊരു അവസ്ഥയാണ് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നത്. റഷ്യൻ എണ്ണ വാങ്ങരുത് എന്ന് മറ്റു രാജ്യങ്ങൾക്ക് മേൽ തിട്ടൂരമിറക്കി ഭീഷണിപ്പെടുത്തിയിരുന്ന അമേരിക്ക തന്നെ ഇപ്പോൾ മറ്റ് ഗത്യന്തരമില്ലാതെ റഷ്യൻ എണ്ണ വാങ്ങാൻ അനുമതി നൽകിയിരിക്കുന്നു. ഇറാൻ യുദ്ധം കൊണ്ട് എന്ത് മാറ്റമുണ്ടായി എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് അതിൻ്റെ വ്യക്തമായ ഉത്തരം. ഇറാൻ യുദ്ധം കൊണ്ട് ലാഭമുണ്ടായത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ റഷ്യക്കാണ് എന്ന് നിസ്സംശയം പറയാം. റഷ്യൻ എണ്ണ വാങ്ങരുത് എന്ന് പറഞ്ഞ അമേരിക്ക തന്നെ ഇപ്പോൾ തങ്ങളുടെ പഴയ വാക്കുകൾ മറന്ന് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് രാജ്യങ്ങൾക്ക് അനുമതി നൽകിയിരിക്കുകയാണ്. ഇറാൻ യുദ്ധം രൂക്ഷമായതോടെ രാജ്യാന്തര വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നതോടെയാണ് രാജ്യങ്ങൾക്ക് റഷ്യൻ എണ്ണ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് ട്രംപ് ഭരണകൂടം അനുമതി നൽകിയത്. വിപണിയിലെ ക്രൂഡ് ഓയിൽ പ്രതിസന്ധി പരിഹരിക്കുക എന്ന ലക്ഷ്യവുമായാണ് അമേരിക്ക പുതിയ ലൈസൻസ് അനുവദിച്ചിരിക്കുന്നത്. നിലവിൽ കടലിൽ കുടുങ്ങിക്കിടക്കുന്ന റഷ്യൻ എണ്ണക്കപ്പലുകളിലെ എണ്ണ വാങ്ങുന്നതിനായി രാജ്യങ്ങൾക്ക് താൽക്കാലിക അനുമതി നൽകുകയാണ് എന്ന് ഇത് സംബന്ധിച്ച് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പ്രതികരിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ രാജ്യാന്തര വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നിരുന്നു. യുദ്ധത്തിന്റെ ഭാഗമായി ഇറാൻ ഹോർമൂസ് കടലിടുക്ക് ഭാഗികമായി അടച്ചിട്ടു. ഇതാണ് എണ്ണ പ്രതിസന്ധി രൂക്ഷമാക്കിയത്. തങ്ങളെ ആക്രമിച്ചാൽ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്ന് ഇറാൻ നേരത്തെ തന്നെ, അതായത് യുദ്ധം ആരംഭിക്കുന്നതിന് മുന്നോടിയായി തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിക്കാൻ ആരംഭിച്ചു. യുദ്ധം തുടങ്ങി 2-ാം ദിവസം തന്നെ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുകയും ചെയ്തു. ഇതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള എണ്ണ നീക്കം തടസ്സപ്പെട്ടു. ഇതാണ് ആഗോള എണ്ണ വിപണിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചത്. രാജ്യാന്തര എണ്ണ വിപണിയിൽ വില കുത്തനെ കുതിച്ചുയർന്നു. 2022 ഓഗസ്റ്റിന് ശേഷം ആദ്യമായാണ് എണ്ണവില ബാരലിന് $100 മുകളിൽ എത്തിയത്. ഇതോടെ വിപണിയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ അമേരിക്ക പുതിയ ലൈസൻസ് അനുവദിക്കുകയായിരുന്നു. ഏപ്രിൽ 11 വരെയാണ് ഈ താൽക്കാലിക ലൈസൻസിന്റെ കാലാവധി. നിലവിലുള്ള എണ്ണ ലഭ്യത ഉറപ്പാക്കാനായി എടുത്ത ഹ്രസ്വകാല നടപടി മാത്രമാണ് ഇതെന്ന് US ട്രഷറി വകുപ്പ് വിശദീകരിക്കുന്നു. മാർച്ച് 12-നകം കപ്പലുകളിൽ കയറ്റിയ റഷ്യൻ അസംസ്കൃത എണ്ണയ്ക്കോ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കോ മാത്രമാണ് ഈ ഇളവ് ബാധകമാകുക എന്നും US ട്രഷറി വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഉക്രൈനെ ആക്രമിക്കാൻ റഷ്യക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് തുല്യമാണ് എന്നാണ് അമേരിക്ക വാദിച്ചിരുന്നത്. അതുകൊണ്ടാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾക്ക് മേൽ തീരുവ ചുമത്തിയത്. ഒടുവിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറയ്ക്കും എന്ന ഉറപ്പിന്റെ പിൻബലത്തിലാണ് അടുത്തിടെ അമേരിക്ക ഇന്ത്യക്ക് മേൽ ചുമത്തിയ പകര ചുങ്കം പിൻവലിച്ചതും ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യമായതായി ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുകയും ചെയ്തത്. എന്നാൽ ഇറാൻ യുദ്ധത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞുകിടന്നതോടെ ഇന്ത്യയിൽ വീണ്ടും എണ്ണ പ്രതിസന്ധി ഉടലെടുത്തു. ഇന്ത്യ അടക്കം ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് എണ്ണ എത്തുന്നത് ഹോർമൂസ് കടലിടുക്ക് വഴിയായിരുന്നു. ഇതടഞ്ഞതോടെ ഇന്ത്യയിൽ എണ്ണ പ്രതിസന്ധി രൂക്ഷമായി. റഷ്യൻ എണ്ണ വാങ്ങുന്നതല്ലാതെ പ്രതിസന്ധി മറികടക്കാൻ മറ്റു മാർഗങ്ങളില്ല എന്ന് ഇന്ത്യ തിരിച്ചറിയുകയും ചെയ്തു. ഇന്ത്യയുടെ പരമാധികാരത്തെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന വിധത്തിലാണ് ഇന്ത്യ അമേരിക്കയ്ക്ക് കീഴ്പ്പെടുന്നത് എന്ന ആരോപണവും ശക്തമാണ്. ഒടുവിൽ എണ്ണ ലഭ്യത ഉറപ്പാക്കുന്നതിനായി US ഇന്ത്യക്ക് റഷ്യൻ എണ്ണ വാങ്ങാൻ അനുവാദം നൽകി. അതിന്റെ ഭാഗമായി റഷ്യയിൽ നിന്ന് 30 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ ഇന്ത്യ വാങ്ങി. യുദ്ധം കാരണം കടലിൽ കുടുങ്ങിക്കിടക്കുന്ന ടാങ്കറുകളിൽ നിന്നുള്ള എണ്ണ വാങ്ങാനായിരുന്നു ഇന്ത്യക്ക് അനുമതി. അതേസമയം മുൻപ് ഇന്ത്യക്ക് റഷ്യ എണ്ണ നൽകിയിരുന്ന വിലയിൽ തന്നെയാണോ ഇപ്പോഴും എണ്ണ നൽകിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. നേരത്തെ ഡിസ്കൗണ്ട് നിരക്കിലായിരുന്നു ഇന്ത്യക്ക് റഷ്യ എണ്ണ വിറ്റിരുന്നത്. എന്നാൽ അമേരിക്കയുടെ തിട്ടൂരത്തിന് വഴങ്ങി ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇടക്കാലത്ത് നിർത്തിവെച്ചിരുന്നതിനാൽ ഇക്കുറി കൂടിയ വിലയ്ക്കാണ് റഷ്യ ഇന്ത്യക്ക് എണ്ണ നൽകിയത് എന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ലഭ്യമായ റിപ്പോർട്ടുകൾ ശരിയാണ് എങ്കിൽ ബ്രന്റ് ക്രൂഡിനേക്കാൾ $4 മുതൽ $5 പ്രീമിയത്തിലാണ് റഷ്യൻ എണ്ണ ഇപ്പോൾ വിൽക്കുന്നത് എന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. ഇത് ശരിയാണ് എങ്കിൽ കൂടിയ വിലയ്ക്കായിരിക്കും ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങിയിരിക്കുക. അതും ഇന്ത്യക്ക് നഷ്ടമാണ്. അതേസമയം എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് ഏതെങ്കിലും രാജ്യത്തിന്റെ അനുമതിയുടെ ആവശ്യമില്ല എന്നാണ് കേന്ദ്ര സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നത്. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഒരു രാജ്യത്തിന്റെയും അനുമതിയെ ഇന്ത്യ ഒരിക്കലും ആശ്രയിച്ചിട്ടില്ല എന്നും റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുമെന്നും കേന്ദ്രം പറഞ്ഞിരുന്നു. നേരത്തെ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ എണ്ണയ്ക്ക് US-ഉം യൂറോപ്യൻ യൂണിയനും ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴായിരുന്നു ഇന്ത്യ ഡിസ്കൗണ്ട് വിലയിൽ റഷ്യൻ എണ്ണ വാങ്ങി തുടങ്ങിയത്. ഇക്കാരണം ചൂണ്ടിക്കാട്ടിയാണ് US ഇന്ത്യക്ക് ഇരട്ട തീരുവ ചുമത്തുന്നത്.
2024 മധ്യത്തിൽ പ്രതിദിനം 2 ദശലക്ഷം വരെ റഷ്യൻ എണ്ണ വാങ്ങിയിരുന്ന ഇന്ത്യ ഈ ഫെബ്രുവരിയിൽ ഇത് 1.6 ദശലക്ഷം ബാരലാക്കി കുറച്ചിരുന്നു. ഇതെല്ലാം അമേരിക്കയുടെ സമ്മർദ്ദ ഫലമാണ്. അതിനിടയിലാണ് പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിക്കുകയും ഹോർമോസ് കടലിടുക്ക് അടച്ചതോടെ എണ്ണ പ്രതിസന്ധി രൂക്ഷമാകുകയും ചെയ്തത്. 2022 റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം ഇന്ത്യ വൻതോതിൽ റഷ്യൻ എണ്ണ വാങ്ങി തുടങ്ങുന്നതിന് മുൻപ് വരെ ഇന്ത്യയിലേക്കുള്ള മൊത്തം എണ്ണ വരവിൽ 1% താഴെയായിരുന്നു റഷ്യയുടെ വിഹിതം. യൂറോപ്പും അമേരിക്കയും ഉപരോധം ഏർപ്പെടുത്തുകയും വാങ്ങൽ കുറയ്ക്കുകയും ചെയ്തതിന് പിന്നാലെ ഇന്ത്യക്കും ചൈനയ്ക്കും ഡിസ്കൗണ്ട് നിരക്കിൽ എണ്ണ നൽകി ഒപ്പം നിർത്തുകയായിരുന്നു റഷ്യ ചെയ്തത്. കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയതോടെ ഇന്ത്യ വൻതോതിൽ റഷ്യൻ എണ്ണ വാങ്ങി തുടങ്ങി. ഇതോടെ റഷ്യയുടെ വിഹിതം 40% വരെ എത്തുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ട്രംപ് ഇന്ത്യക്ക് മേൽ സൗഹൃദം നോക്കാതെ 25% പിഴച്ചുങ്കം ചുമത്തിയത്. ഇതുൾപ്പെടെ മൊത്തം 50% ഇറക്കുമതി തീരുവ ചുമത്തിയതോടെ ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള സൗഹൃദം അടക്കം തുലാസിലായി. പുട്ടിന്റെ യുദ്ധതന്ത്രത്തിന് എണ്ണ വാങ്ങി ഇന്ത്യ ഇന്ധനം പകരുകയാണ് എന്നാണ് ട്രംപ് വിമർശിച്ചത്. പക്ഷേ കാലചക്രം ഒന്ന് കറങ്ങിത്തിരിഞ്ഞപ്പോഴേക്കും അതേ ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് തന്നെ എണ്ണ വാങ്ങാൻ നിർബന്ധിക്കേണ്ട അവസ്ഥയിലാണ് ട്രംപ് എത്തിയത് എന്നാണ് വിമർശകർ പറയുന്നത്. ആ സാഹചര്യം വരുത്തിവെച്ചതും ട്രംപ് തന്നെയാണ് എന്നതാണ് മറ്റൊരു വിരോധാഭാസം. ഇന്ത്യക്ക് ഇളവ് അനുവദിക്കുന്നു എന്നാണ് US പറയുന്നത് എങ്കിലും ഫലത്തിൽ ഇന്ത്യയുടെ സഹായം തേടുകയാണ് അമേരിക്കയെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. യുദ്ധം പെട്ടെന്ന് അവസാനിച്ചാൽ പോലും ഹോർമൂസ് കടലിടുക്ക് ഉടൻ തുറക്കാനിടയില്ലെന്ന് സാമ്പത്തിക വിദഗ്ധരും നിരീക്ഷകരും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ കടുത്ത ഊർജ്ജ പ്രതിസന്ധി മറികടക്കാനാണ് റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ അമേരിക്ക ഇപ്പോൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത് എന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത്.